Hello everyone. Today we are going to learn a new chapter, The Travel, written by R.L. Stevenson. Let's begin. R.L. Stevenson, 1850 to 1894, was a well-known Scottish poet, travel writer, essayist, and novelist. Owing to the charm of his storytelling, he was popularly known as the teller of stories. He was an inveterate tourist, and hence travel writing constitutes a significant part of his literary output. Treasure Island, Kidnapped, and The Strange Case of Dr. Jekyll and Mr. Hyde are some of his notable literary creations. The poem Travel is taken from his collection of poems, Child's Garden of Verses. In this poem, he reveals how much he likes to travel through the different parts of the world, especially to an abandoned city in Egypt. R.L. സ്റ്റീവൻസൺ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1850 മുതൽ 1894 വരെയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് സ്കോട്ടിഷ് കവി, ട്രാവൽ റൈറ്റർ, എസ്സേയിസ്റ്റ്, നോവലിസ്റ്റ് എന്നീ നിലകളിലാണ്. കഥ പറയുന്ന ശൈലി കൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കഥ പറച്ചിലുകാരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കൃതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകളാണ്. യാത്രകൾ സ്ഥിരശീലമാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കേൽ ആൻഡ് മിസ്റ്റർ ഹൈഡി. ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ദ ട്രാവൽ എന്ന ഈ കവിത. അദ്ദേഹം ഈ കവിതയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഇഷ്ടം വെളിപ്പെടുത്തുന്നു. The desire to travel is inherent in each and every individual. Most of us are interested in visiting beautiful places, historical monuments, amusement parks, museums, and other such places of importance and attraction. The places and the people we visit literally become a part of our life and they shape our outlook. Here is a poem on travel. Read on. യാത്ര ചെയ്യാനുള്ള ആഗ്രഹം ഓരോ വ്യക്തിയിലും ജന്മസിദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഭംഗിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായ സ്മാരകങ്ങൾ, വിനോദ പാർക്കുകൾ, മ്യൂസിയംസ് എല്ലാം തന്നെ സന്ദർശിക്കുന്നത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളും കാണുന്ന ആളുകളും എല്ലാം തന്നെ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും നമ്മുടെ കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ യാത്രയെ സംബന്ധിച്ച ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Travel, R.L. Stevenson. The poem was a part of R.L. Stevenson's collection of poems called A Child's Garden of Verses. Like many poems in the collection, Travel is written in the voice of a child, probably a boy. In the poem, the boy imagines being able to travel to faraway places, some real, some fictional. R.L. സ്റ്റീവൻസന്റെ എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും എടുത്തിട്ടുള്ള കവിതയാണ് ദ ട്രാവൽ. ഈ കവിതാ സമാഹാരത്തിലെ മറ്റു കവിതകളിലെ പോലെ ട്രാവൽ എന്ന കവിതയും ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി കാണുന്ന, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഈ കവിതയിലെ കുട്ടി സാങ്കല്പികവും യാഥാർത്ഥ്യവുമായ സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. The land where golden apples grow may refer to the myth in which Hercules was tasked obtaining the golden apples from the garden of the Hesperides. Another fictional land the boy would like to visit, the desert island where Robinson Crusoe, hero of Defoe's novel, lived. The boy then mentions a Muslim city, perhaps Constantinople, and China's Great Wall. Scenes from Egypt and Africa are envisioned. ഈ കുട്ടി സ്വർണ്ണ ആപ്പിളുകൾ വിളയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് ആ കുട്ടി വായിച്ചിട്ടുള്ള നാടോടി കഥകളിൽ നിന്ന് ലഭിച്ച അറിവ് കൊണ്ടാകാം ഇങ്ങനെ സ്വർണ്ണ ആപ്പിളുകൾ വിളയുന്ന സ്ഥലം സന്ദർശിക്കണം എന്ന് പറയുന്നത്. ശക്തനും ബുദ്ധിശാലിയുമായ ഒരു ഗ്രീക്ക് ഹീറോ ആണ് ഹെർക്കുലീസ്. അദ്ദേഹത്തിൻ്റെ ശക്തിയും ബുദ്ധിയും ജനസമ്മതിയും മൂലം ഗ്രീക്ക് രാജാവ് തൻ്റെ സ്ഥാനം പോകുമോ എന്ന ഭയം മൂലം ഹെർക്കുലീസിനെ അപായപ്പെടുത്താൻ ഹെസ്പെരിഡീസ് എന്ന സ്ഥലത്തു പോയി 3 സ്വർണ്ണ ആപ്പിളുകൾ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അദ്ദേഹം എല്ലാ പ്രതിസന്ധികളും കടന്ന് സ്വർണ്ണ ആപ്പിളുകൾ കൊണ്ടുവരുന്ന ഒരു കഥയുണ്ട്. ആ സ്ഥലമാണ് കുട്ടി കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ കുട്ടി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഡാനിയൽ ഡീഫോ എന്ന എഴുത്തുകാരൻ്റെ കൃതിയായ റോബിൻസൺ ക്രൂസോയിലെ ഹീറോ ജീവിച്ച ദ്വീപിലേക്കാണ്. അടുത്ത സ്ഥലം ഒരു മുസ്ലിം പട്ടണമാണ്. ചിലപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരിക്കാം ഈ കുട്ടി ഉദ്ദേശിക്കുന്നത്. ചൈനീസ് വൻമതിലും ഈജിപ്തും ആഫ്രിക്കയും സന്ദർശിക്കണം എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. The boy also visits the Parrot Islands in Brazil, where there are more birds and parrots live.
In the island, there are a lot of cactus, which are large parrots native to Australia, Indonesia, and South Pacific Islands, and goats of North America. He likes to visit eastern countries, which are popular for mosques and minarets among the sandy deserts. He would like to visit bazaars there that is full of rich goods from far and near. The boy also likes to travel Great Wall of China, which has the desert on one side and the cities on the other side, with the voices of people, bell and drum. He also likes to travel to England and visits forests, hot and wide places with tall buildings as spire. He also likes to travel River Nile, where he can find crocodiles, red flamingo, man-devouring tigers in the nearby jungles, the sites of hunting other animals. അടുത്തതായി കുട്ടി കാണാൻ ആഗ്രഹിക്കുന്നത് ബ്രസീലിലെ തത്തകളുടെ ദ്വീപാണ്. അവിടെ ഒരുപാട് തത്തകളും മറ്റു പക്ഷികളും വസിക്കുന്നുണ്ട്. ഈ ദ്വീപിൽ കാക്കറ്റൂസ് ധാരാളമുണ്ട്. നിങ്ങൾ ടി വിയിലോ സിനിമയിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും സംസാരിക്കുന്ന വലിയ തത്തകളെ. അതാണ് കാക്കറ്റൂസ്. ഈ തത്തകൾ പ്രധാനമായും കാണപ്പെടുന്ന രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, സൗത്ത് പസഫിക് ഐലൻഡ്. തത്തകളെ കൂടാതെ നോർത്ത് അമേരിക്കയിലുള്ള ആടുകളെയും കാണണം എന്ന് കുട്ടി ആഗ്രഹം പറയുന്നുണ്ട്. മരുഭൂമികൾ നിറഞ്ഞ ഈസ്റ്റേൺ രാജ്യങ്ങളും അവിടെയുള്ള മുസ്ലിം പള്ളികളും ഗോപുരങ്ങളും കുട്ടി കാണാൻ ആഗ്രഹിക്കുന്നു. സ്വദേശിയും വിദേശിയുമായ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന അവിടുത്തെ മാർക്കറ്റുകൾ സന്ദർശിക്കാനും കുട്ടി ആഗ്രഹിക്കുന്നു. കൂടാതെ ചൈനീസ് വൻമതിൽ കാണാനും ഒരു ഭാഗം മരുഭൂമിയും മറ്റൊരു ഭാഗം നഗരവും ആളുകളുടെ തിക്കും തിരക്കും ബഹളവും മണികളുടെയും ഡ്രമ്മുകൾ കൊട്ടുന്നതിനെയും ശബ്ദം കേൾക്കാനും കുട്ടി ആഗ്രഹിക്കുന്നു. ഇംഗ്ലണ്ടിലെ കൊടുങ്കാടുകൾ കാണാനും സ്തൂപങ്ങളും ഉയരം കൂടിയ കെട്ടിടങ്ങൾ കാണാനും അവൻ ആഗ്രഹിക്കുന്നു. പ്രസിദ്ധമായ നൈൽ നദി കാണാനും മുതലകളെയും ഫ്ലെമിംഗോ പക്ഷികളെയും മനുഷ്യനെ ഭക്ഷിക്കുന്ന കടുവയെ കാണാനും മറ്റു മൃഗങ്ങൾ വേട്ടയാടുന്നത് കാണാനും ഈ കുട്ടി ആഗ്രഹിക്കുന്നു. The last 16 lines of the poem discuss finding an archaeological site of an ancient city, now empty, living in the desert sands of Egypt. The boy describes a lonely city, all of whose boys, whether chimney sweeps or princes, have grown to manhood years ago. During the day, no footstep is heard in the city, and at night, no lamps are lit. The boy imagines that he will visit this site when he is a man. ഈ കവിതയിലെ അവസാനത്തെ 16 വരികൾ ഈജിപ്തിലെ പുരാതനമായൊരു നഗരത്തെക്കുറിച്ച് പറയുന്നു. ഒരു കാലത്ത് തിരക്കു പിടിച്ച നഗരം ഇന്ന് വിജനമായി കാണപ്പെടുന്നു. തന്നെപ്പോലെയുള്ള ധാരാളം കുട്ടികൾ അവിടെ ഉണ്ടായി കാണുമെന്നും ചിമ്മിനി വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന കുട്ടികൾ മുതൽ രാജകുമാരിമാർ വരെ ഇവിടെ ജീവിച്ചിട്ടുണ്ടാകാമെന്നും ഈ കുട്ടി പറയുന്നു. ഇന്ന് യാതൊരു ആളനക്കവുമില്ലാതെ വിജനമാണ് ഈ സ്ഥലം. രാത്രിയായാൽ കൂരിരുട്ട് മാത്രം. താൻ മുതിർന്ന് വലിയ ആളായി കഴിയുമ്പോൾ ഈ സ്ഥലവും സന്ദർശിക്കണം. He will hire a caravan of camels and journey there. Upon his arrival, he will sit down in one of the homes and light a fire in its dining room. He will observe the paintings on the walls and find in a corner a collection of toys that the Egyptian boys left behind. ഒട്ടകങ്ങൾ വലിക്കുന്ന ഒരു വാഹനം താൻ വാടകയ്ക്ക് എടുക്കുമെന്നും ഈ നഗരം മുഴുവൻ ചുറ്റിക്കാണുമെന്നും കുട്ടി പറയുന്നു. ഇവിടെ എത്തിയ ശേഷം ഒരു വീട് സന്ദർശിക്കുമെന്നും ഡൈനിങ് റൂമിൽ ഒരു തിരി തെളിയിക്കുമെന്നും അവിടെ ചുമരിൽ തൂക്കിയിരിക്കുന്ന പെയിൻറ്റിങ്ങുകൾ സസൂക്ഷ്മം വീക്ഷിക്കുമെന്നും മുറിയുടെ ഒരു കോണിൽ പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ താൻ കാണുമെന്നും കുട്ടി പറയുന്നു. The poem captures the delight of young children have in learning about faraway places filled with people whose lives and homes are quite different from their own children, often have a hard time separating fiction from non-fiction. But since the boy is only daydreaming about visiting these places he has learned about in books, it doesn't really matter. Reading books or listening to books being read is an important way for children to develop their knowledge and perspective. കവിതയുടെ ആരംഭഘട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് യാത്രകൾ നമുക്ക് പുതിയ അറിവുകളും കാഴ്ചകളും സമ്മാനിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് വായനയും. ഒരു കൊച്ചു ആൺകുട്ടി കാണാൻ ആഗ്രഹിക്കുന്ന പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും കാഴ്ചകളും വളരെ പക്വതയോടെയാണ് ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്രയും അറിവുകൾ കിട്ടിയത്? പുസ്തകങ്ങളിലൂടെ. ഈ കവിതയിൽ ഒരു കുട്ടി കാണുന്ന പകൽ സ്വപ്നങ്ങളാണ് കവി പറയുന്നത്. നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തോന്നാം എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്രയും സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന്. കുട്ടികളുടെ അറിവും കാഴ്ചപ്പാടും വളർത്തുന്നതിന് പുസ്തകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കാം. ഇത്രയുമാണ് ഈ പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. താങ്ക്